എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭൂരിഭാഗം ബിസിനസ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും മാനേജ് ചെയ്യുന്ന ആളുകളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റാത്തത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. കാരണം ഇന്നത്തെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിസിനസ് സാഹചര്യത്തിൽ ഒന്ന് ഹയർ ചെയ്യുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പലപ്പോഴും നടക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രോ ആക്റ്റീവ് അപ്രോച്ച് എന്നുള്ള രൂപത്തിൽ ഇൻവെസ്റ്റ് ഇൻ റീസ്കില്ലിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ് യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്. നിലവിലുള്ള ടീമിനെ നമുക്കൊന്ന് റീസ്കില്ല് ചെയ്യാനും അപ്സ്കില്ല് ചെയ്യാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ, അതായത് നിലവിൽ അവർക്കുള്ള കഴിവുകളെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രവൃത്തികളാണ് അവർ അപ്സ്കില്ല് ചെയ്യുക റീസ്കില്ല് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ചെയ്താലുണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെ പറ്റിയും എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഒന്ന്, നിലവിലുള്ള ആളുകളുടെ കഴിവുകൾ, പുതിയ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക, ഉള്ള കഴിവുകളെ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യുക. അതിൻ്റെ ഒന്നാമത്തെ കാരണം അൺകവർ ഹിഡൻ ജെംസ്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടായിരിക്കും, അറിയപ്പെടാതെ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാതെ നിൽക്കുമായിരിക്കും. അപ്പോൾ അവരെ ശാക്തീകരിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ പുതിയ കഴിവുകളും ടാലൻറ്റുകളും ഒക്കെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും സർപ്രൈസ്ഡായി പോകും. വേറൊരാൾ പുറത്തുനിന്ന് വരുന്നതിനേക്കാൾ ഗംഭീര പെർഫോം ചെയ്യാനുള്ള അവസ്ഥ അവിടെ തന്നെ ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സഹായിക്കുമെന്നുള്ളതാണ് മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, ബൂസ്റ്റ് എംപ്ലോയി മൊറൈൽ. നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്നാൽ ഗ്രോത്ത് ഉണ്ടാവും, നമ്മളെയൊക്കെ പരിഗണിക്കും, നമുക്ക് അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെ കൂടുതൽ ശാക്തീകരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്യും. നാലാമത്തെ കാര്യം, സ്റ്റേ എഹെഡ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ്സ്. നല്ല വർക്ക് ഫോഴ്സ്, നല്ല സ്കില്ലുള്ള കപ്പാസിറ്റി ഉള്ള ടീം മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാനും കോമ്പറ്റീഷനെയൊക്കെ അതിജീവിച്ച് മാർക്കറ്റിൽ വേഗതയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. ആൻഡ് ഫൈനലി, ഡ്രൈവ് ഇന്നോവേഷൻ. നമ്മൾ ഈ നല്ല രീതിയിൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ ഇന്നോവേറ്റീവ് ആകും. കാരണം അവരുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്കില്ലൊക്കെ ഉണ്ടാകുമ്പോൾ പുതിയ ഫ്രഷ് ഐഡിയാസ് വരും, പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് വരും. അപ്പോൾ അവരുടെ കഴിവ് സ്ഥാപനത്തിന് ഉപയോഗപ്രദമാകുന്ന അവസ്ഥയിലേക്ക് വരും. ഇനി വേണ്ടത് എങ്ങനെ ഈ അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാം, ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നാമത്തെ കാര്യം, കണ്ടക്ട് എ സ്കിൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു സ്കിൽസ് ഓഡിറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തണം. എന്തൊക്കെ സ്കില്ലാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് ആവശ്യം, അത് എത്രത്തോളം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളത് ഒരു 360 ഡിഗ്രി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻസി ഫ്രെയിം വർക്കൊക്കെ വെച്ച് സ്കില്ലും വില്ലും ഒക്കെ ഒരു അസസ്മെൻറ്റ് നടത്തണം. എന്നിട്ട് ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്തൊക്കെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഫോർകാസ്റ്റ് ഫ്യൂച്ചർ നീഡ്സ്. നമ്മൾ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, മുന്നോട്ട് അടുത്ത 2 or 3 അല്ലെങ്കിൽ ഒരു അപ് ടു 5 year വരെ നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ട്, ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ടൊന്ന് പ്ലാൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, പ്രൊവൈഡ് ടാർഗറ്റഡ് ട്രെയിനിങ്. ഏതെങ്കിലും ട്രെയിനിങ്ങിന് ആളുകളെ അയക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യാൻ നോക്കുക. ഇന്ന് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ നല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അതിനൊക്കെ അയച്ച് നമ്മുടെ ടീമിനെ ഗൈഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു കൾച്ചറാക്കി മാറ്റണം. നല്ല രീതിയിൽ ലേൺ ചെയ്യുന്ന ആളുകൾക്ക് റിവാർഡ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, അവരുടെ അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക, അവരുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ അവരുടെ കരിയർ പാത്തിൽ ലേണിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാക്കി മാറ്റുക. ആൻഡ് ഫൈനലി, ക്രിയേറ്റ് ക്ലിയർ കരിയർ പാത്ത്. വരുന്ന ആളുകൾക്ക് ഇനി അടുത്തടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത ഗ്രോത്ത് ജേണി എങ്ങനെയാണ് സ്ഥാപനത്തിൽ എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് അവരെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യും. അവർ നമ്മുടെ സ്ഥാപനവുമായിട്ട് ലോങ് ടേമിൽ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ റീസ്കില്ലിങ്ങിനും അപ്സ്കില്ലിങ്ങിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് തന്നെ ലഭിക്കുന്ന അവസ്ഥ വരും. പിന്നെ അങ്ങോട്ട് ടാലൻറ്റുകൾ അന്വേഷിച്ച് നടക്കുക എന്നുള്ളതല്ല, ടാലൻറ്റ് സ്കൗട്ടിങ് ചെയ്ത്, ടാലൻറ്റ് സ്കൗട്ടിങ് മീൻസ് ഇൻറ്റേർണലി തന്നെ ഇന്നിപ്പോൾ B ലെവലിൽ C ലെവലിലൊക്കെ നിൽക്കുന്ന പലരും A ലെവലിലേക്ക് എത്തിക്കാനായിട്ട് അവരെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കും ഓർഗനൈസേഷന് ഏറ്റവും ബെറ്റർ ആവുക. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുക. താങ്ക് യു.